തലസ്ഥാനത്തേക്ക് വന്നാൽ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുടെ അവസ്ഥയും അത്ര നല്ലതല്ല. കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡിൽ നിന്ന് TS ഹരികൃഷ്ണയുണ്ട്. നമുക്ക് ഹരിയിലേക്ക് പോകാം. ഹരി, ഈ വാഹനം യാത്രക്കാർ ഇപ്പം മുഖ്യമന്ത്രിയുടെ കണ്ടു, മുഖ്യമന്ത്രി റൂട്ട് മാറ്റി പോവുകയാണ്. പക്ഷേ ഈ പൊതുഗതാഗതത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യണം? ഇതിപ്പോ തലസ്ഥാനത്തെ ഈ നഗരങ്ങളുടെ അവസ്ഥ, നഗരത്തിലെ റോഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. കുറേ നാളായി, കുറേ തീയതികൾ കേൾക്കുന്നു, ഒന്നും ആയിട്ടില്ല. അവസാനം ജൂൺ 15 എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് മാർച്ച് മാസത്തിൽ ഒരു ഡേറ്റ് പറഞ്ഞപ്പോൾ ഞാനും ആര്യം തന്നെയാണ് ഇതുപോലെ നിന്ന് സംസാരിച്ചത്. അന്നും ഈ റോഡിന്റെ കാര്യം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ജൂൺ 15 പൂർത്തിയാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞപ്പോൾ അന്നും പൂർത്തിയാകാത്തതുകൊണ്ട് ഈ റോഡിന്റെ കാര്യം പറഞ്ഞു. ഈ റോഡ് എന്നറിയോ, കിള്ളിപ്പാലത്ത് നിന്ന് അട്ടക്കുളങ്ങരയിലേക്ക് വരുന്ന റോഡാണ്. ഈ റോഡിന്റെ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ വിടുന്നുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗം കൂടി റോഡിന്റെ ഭാഗമാണ് കേട്ടോ. ഇതിന്റെ പകുതി ഭാഗം മാത്രമാണ് ഈ ടാർ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് പൂർത്തിയായെന്ന് പറയാൻ പറ്റില്ല, അതിനി ഒരു ലെയർ ടാറിങ് ബാക്കിയുണ്ട്. ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നത് ഈ വഴിയിൽ കൂടി ടാറിങ് ഇനി വരേണ്ടതാണ്. ഇതും റോഡിന്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഇനി ഇവിടെ പൂർത്തിയാകാനുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഓടേറെ പണി എനിക്ക് തോന്നുന്നു പകുതി പോലും ആയിട്ടില്ല എന്നാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇവിടുന്ന് അങ്ങ് അട്ടക്കുളങ്ങര വര കിള്ളിപ്പാലം വരെയുള്ള ആ വഴിയിൽ റോഡിന്റെ ഓടയുടെ പണി പകുതി പോലും പൂർത്തിയായിട്ടില്ല. ഓടയുടെ പണി പൂർത്തിയായതിനു ശേഷം റോഡ് ടാർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഈ ഡക്ടറുകളിലൊക്കെ കേബിളുകളും മറ്റുമൊക്കെ ഇറക്കിയാൽ മാത്രമേ ഈ റോഡ് സ്മാർട്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് മാത്രമല്ല, എൻ്റെ തൊട്ടടുത്ത് മഴ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കാണിക്കാൻ പരിമിതിയുണ്ട്. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി ചാലക്കകത്തോട്ട് പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ ചാലക്കകത്ത് നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ അവിടെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന അവസ്ഥ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മഴയത്തേക്കും വെള്ളം കയറിയപ്പോൾ ഈ ഭാഗത്താണ്, ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ അകത്തോട്ട് കയറുന്ന വഴിയിലാണ് റോഡിൻ്റെ പണി നടക്കുന്നത്. അവിടെയൊക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി. ആ കടയ്ക്ക അവിടെയുള്ള വ്യാപാരികളൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നമ്മൾ അന്ന് കണ്ടു. അപ്പോൾ ഇതൊന്നും ഒരു പരിഹാരമായിട്ടില്ല. അപ്പോഴാണ് ഇന്നലത്തെ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. മുഖ്യമന്ത്രി യാത്ര ചെയ്ത സമയത്ത് കുഴിയുള്ള റോഡിൽ നിന്ന് മാറിപ്പോയെന്ന്. അദ്ദേഹം കുഴിയുള്ള റോഡിൽ കൂടെ പോകണമെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ റോഡിന്റെയൊക്കെ പണിയൊക്കെ അവർ പറഞ്ഞ സമയത്ത് പോകേണ്ട ഗതികേട് ഉണ്ടാവരുത് എന്ന് മാത്രമല്ല. കാരണം കൃത്യമായ നികുതിയൊക്കെ ചോദിച്ചു വാങ്ങുന്നുണ്ട്, അതിനൊരു കുറവുമില്ലല്ലോ. അപ്പൊ സാധാരണക്കാർക്കും ഇതുപോലെ നല്ല റോഡുകൾ അവരും അർഹിക്കുന്നുണ്ടല്ലോ. ഞാൻ ഹരിയിലേക്ക് തിരിച്ചു വരാം.